സ്മോക്കിംഗ് ഇസ് ഇഞ്ചൂരിയസ് ടു ഹെൽത്ത്. പുകവലി ആരോഗ്യത്തിന് ഹാനികരം. സ്മോക്കിംഗ് കോസസ് ക്യാൻസർ. പുകവലി അർബുദത്തിന് കാരണമാകുന്നു. ഡ്രിങ്കിംഗ് ആൽക്കഹോൾ ഇസ് ഇഞ്ചൂരിയസ് ടു ഹെൽത്ത്. മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരം. സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരീ നാരായണീ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരീ നാരായണീ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരീ നാരായണീ നമോസ്തുതേ. ഇവളിതുവരെ എണീറ്റില്ല. ഇത് എത്ര നേരമായി? കുഞ്ഞോളെ, എടി കുഞ്ഞോളെ, നീ ഒന്ന് എണീറ്റ്. എത്ര നേരമായി? അന്ന് കിടന്നോട്ടെ, നേരം വെളുത്തില്ലല്ലോ. സ്കൂളിൽ പോവാൻ നേരം. ഒന്ന് എഴുക്ക് കുഞ്ഞോളെ. നീ എടി നേരം വെളുത്തോളെ. അമ്മേ, അമ്മ കിടന്നോ? ഞാൻ പോയിട്ട് വരാം. എടി മോളെ, കുഞ്ഞോളെ, കുഞ്ഞോളെ, വേഗം റെഡിയായേ. സ്കൂളിൽ പോണ്ടേ? ചേച്ചി വരുന്നതിന് മുമ്പ് വേഗം റെഡിയാവ് മോളെ. എണീക്ക്. അമ്മേ, കുളിച്ചിട്ട് കഞ്ഞി കുടിക്കണേ. ഞാൻ ചായ ഇട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. മരുന്ന് കഴിക്കാൻ മറക്കല്ലേ. ഞാൻ പെട്ടെന്ന് പോയിട്ട് വരാം. അതിനു മുന്നേ അവളെ ഒന്ന് റെഡിയാക്കി നിർത്തിയേക്കണേ. ഇത്ര ചെറുപ്പത്തില് എന്റെ മോളൊരവസ്ഥയെ ദൈവമേ. കലോത്സവം അടുത്തിട്ട് നിന്നെ കാണുന്നില്ലെന്നാണല്ലോ ടീച്ചർ പറയുന്നത്. ഞാൻ മരുന്നില്ല, നിങ്ങൾ പൊക്കോ. എന്താണ് പ്രശ്നം? എടി, അവളുടെ വീട്ടിലെ കാര്യം വലിയ പ്രശ്നമാണ്. അച്ഛൻ ചെറുപ്പത്തിൽ ഉപേക്ഷിച്ചു പോയി, അത് നിനക്കറിയാമല്ലോ. ഇപ്പം അമ്മയ്ക്കും വയ്യാതായി. ആ പ്രസിഡന്റിന്റെ വീട്ടിൽ ജോലിക്ക് പോയിട്ടും സ്കൂളിൽ നിന്ന് വന്ന് ലോട്ടറി കച്ചവടം നടത്തിയ അവള് കഴിയുന്നു. എനിക്കറിയില്ലായിരുന്നു.
സമയം ഒരുപാടായില്ല, നമുക്ക് പോകാം. ഗുഡ് മോർണിംഗ് അങ്കിളെ. ആ മോളെ നീ ഇത് എവിടെയായിരുന്നു? അടുക്കളയിൽ അവിടെ ചാടുന്നു. എളുപ്പമാണ് ചെല്ലേ. ഓ വന്നോ ചിങ്കാരി, എവിടെ പോയി കിടക്കുവായിരുന്നു ഇത്ര നേരം? എടി എവിടെ പോയിക്കുമായിരുന്നു? ഇന്നലെ ഞാൻ പറഞ്ഞ ചേട്ടന് പഞ്ചായത്ത് മീറ്റിംഗ് ഉണ്ടെന്ന്. അടുക്കള ഒരു കെട്ട് പാത്രം മുഴുവൻ കിടക്കുന്നു. സത്ത് ഫോണിൽ കളിച്ചോണ്ടിരിക്കുന്നു. എന്ത് പറയും? ഇല്ല പണിയില്ല. ഓ ഇല്ല രാജകുമാരി. ആ നമസ്കാരം. നമസ്കാരം. ചായ കുടിച്ചായിരുന്നു? ചായ ഒന്നും ഇപ്പൊ വേണ്ട, നല്ല മഴക്കോളുണ്ട്. അട്ടം നമുക്ക് പോവാം. പ്രസിഡന്റ്, ഇന്ന് നടക്കുന്ന മീറ്റിംഗ് അലങ്കോലപ്പെടുത്തുന്നതിന് വേണ്ടി നമ്മുടെ യുവജന നേതാവുണ്ടല്ലോ അജയ് വരുന്നെന്ന് കേട്ടു. അതൊന്നും കാര്യമില്ല. നിങ്ങൾ രണ്ടുപേരും എന്റെ കൂടെ ഉള്ള എന്ത് പേടിക്കുന്നു? വാ നമുക്ക് പോവാം. വാ. തങ്കമണിയമ്മ എങ്ങോട്ടാ രാവിലെ? പണിയുണ്ടാ? പിന്നെന്തുണ്ട് വിശേഷം? അത് ഞാൻ ശരിയാക്കാം. മോളെ അമ്മക്കിപ്പോ എങ്ങനെയുണ്ട്? മക്കളുമാര് പോയിക്കോ, ബെല്ലടിക്കാൻ സമയമായില്ലേ? സുരേഷാ, ഈ പ്രാവശ്യത്തെ 10ാം ക്ലാസ് റിസൾട്ട് വരുമ്പോഴേ നമ്മുടെ വാർഡിൽ നിന്നൊരു 3 10A+ പ്രതീക്ഷിക്കാം. ചായ ഉണ്ടോ ചേട്ടാ? ഇവിടെ കൊടുക്കും. ചേട്ടാ ചായ. അല്ല ചേട്ടാ, മോള് രാവിലെ ധൃതിയില്ലാ പോയത്. ഇത് എടുക്കാൻ മറന്നു. അതിന് സാധനം അറ്റം വരെ വരണ്ടായിരുന്നു. ഞാൻ അങ്ങ് വന്ന് എടുത്തോളായിരുന്നല്ലോ. ചേട്ടാ ഇതൊക്കെ ഉണ്ട് വിശേഷം. ഞങ്ങളെ കണ്ടില്ലേ? ഇതൊക്കെ തന്നെ വിശേഷം. പുതിയ സ്റ്റാഫിനെയൊക്കെ അറിയിക്കും. മറ്റവനങ്ങ് പറഞ്ഞു കേട്ടോ. അവൻ ശരിയാത്തില്ലേ? രാവിലെ ഞാൻ 5 മണിക്ക് കട ഇറക്കാൻ വിളിച്ചാലേ അവൻ പറഞ്ഞത് 8 മണിക്ക്. അത് മാത്രമല്ല, ഞാൻ ചിട്ടിക്കിടക്കാൻ പറ്റുന്ന 5000 രൂപ ഉണ്ടല്ലോ, മേശന്ന് അടിച്ചുകൊണ്ടും പോയി. ഇങ്ങനെയുള്ളവനൊക്കെ വെച്ച് പൊറപ്പിക്കാൻ പറ്റുമോ? സ്ഥിരം പരിപാടി. ചേട്ടാ, ആ തരാനുള്ള പൈസ ഇനി ഇതായേട്ടാ. പശുവിന് പിണ്ണാക്കും കച്ചിയൊക്കെ വാങ്ങാനുള്ളതാണ്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പശുവിനെ വളർത്തിക്കൊണ്ട് പോകുന്നത് തന്നെ വലിയ ബുദ്ധിമുട്ടാണ്. താന്ന് അടങ്ങളോ രാജാ, ഞാൻ നിനക്ക് പൈസ തരാം. നീ ഇത് വെച്ചോ. ആകെ 200 രൂപയേ ഉള്ളൂ. നീ സമാനപ്പെട്. ബാക്കി തരണേ. ഓ തരാം. ഇപ്പോ ഹലോ, നമസ്കാരം.
തോന്നേ ഹലോ പൈസ ഉണ്ടോ ഇനിയും പോയി എല്ലാം പോയി പൈസ എല്ലാം കൊണ്ടുമില്ല കൈയൊക്കെ പറക്കം കൊണ്ടുപോകണം നിർത്തരുത് മെമ്പറെ, നമുക്കൊരു ചായ കുടിച്ചിട്ട് പോവാം. പിന്നെന്താ അത് വേണോ പ്രസിഡന്റ്? അത് വേണം. വരി വാ, ഇറങ്ങും മെമ്പറെ, വാ രണ്ടുപേരും വാ. എന്താ രാജു? നമസ്കാരം പ്രസിഡന്റ്. പിന്നെ ഒരു 500 രൂപ തരാമോ? വൈകുന്നേരം തരാമോ? രാജു, ഇന്നത്തെ നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെ നീ ഇറക്കരുതെന്ന്. ജോലിക്ക് പോകത്തിലെ കള്ളും കുടിച്ച് ഓടയിലും കിടന്ന് എത്ര നാളാണ് ഞാൻ ജീവിക്കുന്നത്? നിനക്കൊരു കെട്ടിക്കാറായ മോളില്ലടാ. പ്രസിഡന്റ് അവന്റെ ഭാര്യ തൊഴിലുറപ്പിന് പോകുന്നുണ്ട്, കുടുംബം പട്ടിണി ഇല്ലാതെ പോകുന്നു. എല്ലാവരും കൂടെ രാജുവിനെ ഉപദേശിച്ച് നന്നാക്കാൻ വന്നൊക്കെ ആ കാലമൊക്കെ കഴിഞ്ഞ പ്രസിഡന്റ്. രാജുവിനെ കുറച്ച് നമ്മുടെ നന്നാക്കണ്ട, മനസ്സിലായില്ലേ? രാജുണ്ണ രാജുണ്ണ അവിടെ മതി, ഇവിടെ ഇരിക്കും. ആഹാരം വല്ലതും കഴിച്ചോ? പിന്നെന്തോന്നു ഇവിടെ? വേറെ ഒന്നുമില്ല. എൻ്റെ പൊന്നജയ, നീ പറഞ്ഞാൽ ഞാൻ കാര്യം എന്താണെന്ന് നിനക്കറിയാമോ? എൻ്റെ പൊന്ന് മോൾ ആശുപത്രി കിടന്നവരെ സഹായിക്കാൻ നീ മാത്രമേ ഉള്ളായിരുന്നു. എൻ്റെ അമ്മ സത്യമായിട്ട് വേറെ ഒരുത്തനും ഇല്ലായിരുന്നു. അല്ലാതെ ഇവിടെ കുറേ മരമുണ്ട്, പഞ്ചായത്ത് കട്ടുമുടിക്കാൻ കിടക്കണ കുറേ തെണ്ടികൾ. ഇവിടെ നാറി കണ്ടുപിടിച്ചാൽ വൈകിട്ടാണ് എല്ലാവരും ഇറങ്ങി പൊയ്ക്കോളാം. ഇവിടെ പ്രസിഡന്റും വേണ്ട, സെക്രട്ടറിയും വേണ്ട, ആരും വേണ്ട. ആദ്യം ജനങ്ങളുടെ പ്രസംഗങ്ങൾ പോയി പഠിക്കും, എന്നിട്ട് നാട് നന്നാക്കും. പോകാൻ എടി അച്ചു, നീ ഇതെവിടെ? എത്ര നേരം ഞാൻ നിന്നെ വിളിക്കണം? നീ ഇത് റെഡിയായില്ലേ? മുട്ടേ, നീ ഒന്ന് അടങ്ങടാ. ഞാൻ റെഡിയായി തന്നെ ഇരിക്കുന്നേ. നീ എവിടെയാ? ഞാൻ ഇറങ്ങിയടി. പിന്നെ നീ ആ ഗാന്ധി പാർക്കിൻ്റെ അവിടെ നിന്നാൽ മതി, ഞാൻ വരാം. അതുപോലെ നിന്റെ ഹെൽമെറ്റ് ഉണ്ടല്ലോ അല്ലേ? ഓ പിന്നെ ഹെൽമെറ്റ്. നീ ഒന്ന് പാടാ. ഓക്കെ ശരി. മോനെ കഴിച്ചിട്ട് പോടാ. നീ പോയോ? ചേച്ചി അജയനും ദിനേശനും എന്താ ഈ സമയത്ത്? ഒന്നും പറയാണ്ട ചേച്ചി, ഞങ്ങള് നേരത്തെ വരാനായിട്ട് ഇറങ്ങിയതാ. ഇതിന്റെ ഇടയ്ക്ക് കുറച്ച് പ്രശ്നങ്ങൾ വന്നു, അതാ സന്ധ്യയായി പോയെ. രാജേട്ടാ വായിരിക്കും. അജയനും ദിനേശനും ഒരു കാര്യമില്ലാതെ വരത്തില്ലല്ലേ? കാര്യമുണ്ട് കേട്ടോ. അജയൻ സാവിത്രി ഒരു ഓപ്പറേഷന്റെ കാര്യത്തിന് ഡോക്ടറെ വിളിച്ചായിരുന്നു. അജയൻ വിളിച്ചായിരുന്നു കേട്ടോ. വലിയൊരു തുകയാണ് ഓപ്പറേഷത്തിന് ചിലവാകുന്നെന്ന് അവർ പറഞ്ഞു. ചേട്ടാ, ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അത്രയും വലിയ തുക നമുക്ക് സമാഹരിക്കുന്ന കാര്യം വലിയ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഞങ്ങൾ കമ്മിറ്റി കൂടിയിട്ട് ഒരു ചികിത്സാ സഹായ നിധി രൂപീകരിച്ചിട്ടുണ്ട്. പിന്നെ സോഷ്യൽ മീഡിയയിൽ നിന്ന് വാർത്താ ചാനലിലൊക്കെ ഞങ്ങൾ അറിയിച്ചിട്ടുണ്ട്. അവരുടെ ഭാഗത്തു നിന്നുള്ള സപ്പോർട്ടുകളെല്ലാം ഉണ്ടാവും. ഞാൻ അറിയിച്ചിട്ടുണ്ട് എല്ലാവരും. നിങ്ങളെന്തായാലും ഇത്രയൊക്കെ ചെയ്യുന്നുണ്ട്, നമ്മുടെ നാട്ടുകാരുടെ പൂർണ്ണ പിന്തുണ നിങ്ങൾക്കുണ്ടാവും. ഒത്തിരി നന്ദിയുണ്ട്. നന്ദിയുടെ ഒന്നും ആവശ്യമില്ല ചേച്ചി, നമ്മളെ കൊണ്ട് പറ്റുന്ന പരമാവധി നമ്മൾ ചെയ്യുന്നത്. ചേച്ചി, ഇതൊന്ന് പറയാൻ വേണ്ടിയാണ് ഞങ്ങൾ ഇവിടെ വരെ വന്നത്. അപ്പോൾ സമയം ഇച്ചിരി വൈകിപ്പോയി. എന്തായാലും ഞങ്ങൾ പോയിട്ട് വരാം, വേറെ 1-2 അത്യാവശ്യങ്ങളുണ്ട്. ശരി ഞാൻ ചേട്ടാ, ഞങ്ങൾ പോയിട്ട് മോന്റെ കുഞ്ഞിന്റെ ബർത്ത്ഡേ ആയിരുന്നു. വയസ്സിലാർക്ക് എല്ലാവർക്കും എടുത്തു കൊടുത്ത്. ശരി ശരി ശരി. എടി മീരേ, ഈ പൈസ എടുത്ത് എല്ലാവർക്കും കൊടുത്തേ. മോളെ 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 മോളെ
എന്തോളെ നിങ്ങൾ മാറേ ആരാ സ്റ്റേഷനിലേക്ക് ഇൻഫോം ചെയ്തത്? ഞാനാണ് സാർ, ഡോക്ടർ വിമൽ. ആട്ടെ, കുട്ടിക്ക് ഇപ്പോൾ എങ്ങനെയുണ്ട്? അപകടത്തിൽ തരണം ചെയ്തിട്ടുണ്ട്, കൃത്യസമയത്ത് കൊണ്ടുവന്നുണ്ട്. സാറിന് വേണമെങ്കിൽ കാണാം. എന്താ സാറിൻ്റെ ഒപ്പീനിയൻ? മാരകമായ പോയിസണാണ് ഉള്ളിൽ പോയിരിക്കുന്നത്. മർഡർ അറ്റംപ്റ്റ് ആണോ അതോ സൂയിസൈഡ് അറ്റംപ്റ്റ് ആണോ എന്നുള്ളത് സാറ് തന്നെ കണ്ടുപിടിക്കണം. നമുക്ക് നിലവിലാവുമോ സുരേഷ്? സാർ പോയി നോക്കാം. നമസ്കാരം സാർ. നമസ്കാരം. ഞാൻ CA ജോസഫ്. ഇവിടുത്തെ ഡോക്ടർ ഇൻഫോം ചെയ്തിട്ടാണ് ഞാൻ വന്നത്. സാറിൻ്റെ മോളുടെ കാര്യത്തിൽ ഒരു മർഡർ അറ്റംപ്റ്റ് നടന്നിട്ടുണ്ടോ എന്ന് ഡൗട്ടുണ്ട്. ആട്ടെ, മോൾക്കിപ്പോൾ എങ്ങനെയുണ്ട്? നമുക്ക് കുഴപ്പമൊന്നുമില്ല. നാളെ പോകുന്ന ഡോക്ടർ. നിങ്ങൾക്ക് ആരെങ്കിലും ഡൗട്ടുണ്ടോ? എനിക്കെങ്ങനെ ആരെയും ഉണ്ട് സാർ, ഞങ്ങൾക്ക് ഡൗട്ടുണ്ട്. എന്താണ് മേഡം പറയണോ? ആരെ? അത് ഞങ്ങളുടെ വീട്ടിൽ നിൽക്കുന്ന വേലക്കാരെ കുറിച്ച്. എന്തായാലും നിന്റെ പേര്? എന്താടി പേര് പറയുന്നവർ താമസം? നീ ആരെ പേടിക്കുന്നത്? മര്യാദയ്ക്ക് സത്യം പറഞ്ഞാൽ നമുക്കിത് ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം, അല്ലെങ്കിൽ നേരെ സ്റ്റേഷനിലേക്ക് പോവാം. നീ വിളമ്പിയ പായസം കഴിച്ചിട്ടാണ് കുട്ടി ഇവിടെ അഡ്മിറ്റ് ചെയ്തത്. അതുകൊണ്ട് മര്യാദയ്ക്ക് സത്യം പറഞ്ഞു. നിനക്ക് സഹായത്തിന് ആരെങ്കിലും ഉണ്ടോ? സത്യം പറഞ്ഞാൽ നിന്നെ ഞങ്ങൾ രക്ഷിക്കാം. അയ്യോ കൊണ്ട് സാറേ, അവളൊരു തെറ്റ് ചെയ്യില്ല. എന്റെ മോൾ അങ്ങനൊന്നും ചെയ്യില്ല. അവൾക്ക് അങ്ങനൊന്നും ചെയ്യാൻ പറ്റില്ല. ആരാണ് കേട്ടുവിട്ടത്? നിങ്ങൾ പുറത്തേക്ക് വിളിക്കുമ്പോൾ വന്നാൽ നിങ്ങൾ പുറത്തേക്ക് വിളിക്കുമ്പോൾ വന്നാൽ രാരിരം രാരോ രാരിരം രാരോ രാരാരോ ചിലങ്കയണിയും പാദത്തിൽ ആരും സത്യമം കരളിലെ കഥന കഥകളും അറിഞ്ഞില്ലാരും ഇന്നും അറിഞ്ഞില്ലാരും അഗ്നിയിലേറിയുമെൻ മൗനവും ഹൃദയവും ഉരുകുന്നു ഉരുകി തീരുന്നു. രാരിരം രാരോ രാരിരം കുട്ടിയുടെ സഹോദരനാണ്. ഈ സംഭവം നടക്കുമ്പോൾ താങ്കൾ എവിടെയായിരുന്നു? വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. നീയല്ലാണ് വിഷം കലർത്തിയത്? അല്ല. നിനക്കാരെങ്കിലും സംശയമുണ്ടോ? ഇല്ല, അങ്ങനെ ആരും സംശയമില്ല. ഫോണ് കാരണം ആരുമില്ല. ഫോണ് കാരണം അല്ല. നിനക്കെന്താ ടെൻഷൻ ഉണ്ടോ? ഇല്ല. പിന്നെന്താ വിയർക്കുന്നത്? ഞാൻ ചെയ്തില്ല. സാറേ, എന്തിനാ എന്റെ മോനെ അറസ്റ്റ് ചെയ്തത്? സാർ, ഇവനാ ഇത് ചെയ്തത്. ആദ്യമായി എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. ചോദിക്കേണ്ട രീതി ചോദിച്ചപ്പോൾ ഇവൻ തത്ത പറയുമ്പോൾ എല്ലാം പറഞ്ഞു. ആട്ടെ, ആരാ ഈ അശ്വതി? എനിക്കറിയില്ല. അവൻ ചുരുക്കം ചില ഫ്രണ്ട്സേ ഉള്ളൂ. അശ്വതി ആരെന്ന് എനിക്കറിയില്ല. ഇതൊന്ന് കാണും. എടാ, ജീവിതം ഒന്നേ ഉള്ളടാ. അതെനിക്ക് ആസ്വദിച്ച് ജീവിക്കണം, അതും നിന്നോടൊപ്പം. എടാ, നീ പറയുന്നത് നിൻ്റെ അമ്മയ്ക്ക് ഒരുപാട് സ്വത്തുക്കളുണ്ട്, അച്ഛന് ഒരുപാട് സ്വത്തുക്കളുണ്ട്. പക്ഷേ എൻ്റെ ഒരു മൊബൈൽ ഫോൺ റീചാർജ് ചെയ്യാൻ പോലും നിൻ്റെ കയ്യിൽ പൈസ ഇല്ല. ഇങ്ങനെയുള്ള ഒരുത്തൻ്റെ കൂടെ ഞാൻ എങ്ങനെയാടാ ജീവിക്കുന്നത് ലൈഫ് ലോങ്? എടാ ഗോകുല, ഞാൻ പറയുന്നത് നീ മനസ്സിലാക്കുക.
ജീവിക്കണമെങ്കിൽ പണം വേണം. പണമില്ലാതെ ഒന്നും നടക്കത്തില്ല. അതുകൊണ്ട് ഞാൻ പറയുവാണ്, നിൻ്റെ സ്വത്തിൻ്റെ ഒരേ ഒരു അവകാശി അത് ഈ അശ്വതി ആയിരിക്കണം. അതിൽ വേറൊരു അവകാശി പാടില്ല. ഓക്കേ? ഫോർട്ട് പോലീസ് ഇൻഫോം ചെയ്തിട്ടുണ്ട്. ഉടനെ അവളെ അറസ്റ്റ് ചെയ്യും. ഇവരെ ഞങ്ങൾ കൊണ്ടുപോകുന്നു. ഇപ്പൊ സത്യം പുറത്തു വന്നില്ലേ? എൻ്റെ മോളെ എല്ലാവരും കൂടെ പ്രതിയാക്കാൻ നോക്കി. എൻ്റെ മോൾ ഒരു തെറ്റും ചെയ്തില്ല. എന്തായി? ഒരു റൂമിനെ പോലും നോവിക്കാത്ത എൻ്റെ മോളെ എല്ലാവരും കൂടെ എൻ്റെ കുഞ്ഞുമോക്ക് 1.5 വയസ്സുള്ളപ്പോഴാണ് അവളുടെ അച്ഛൻ ഉപേക്ഷിച്ച് പോയത്. എന്നിട്ട് എൻ്റെ മക്കളെ ഞാൻ വളർത്താം. എന്തെല്ലാം കഷ്ടപ്പാട്, യാതനകൾ. എൻ്റെ മോൾ ഒരിക്കലും ഒരു തെറ്റും ചെയ്യില്ല. എല്ലാ അമ്മമാരും ഒരു കുഞ്ഞിനെ ഭൂമിയിലേക്ക് കൊണ്ടുവരുന്നത് അവരുടെ ജീവൻ കൊടുത്താണ്. അതുകൊണ്ട് എപ്പോഴും അവരോടൊപ്പം അമ്മയുടെ മനസ്സും ഉണ്ടാകും. എല്ലാ അമ്മമാരോടും എല്ലാ മാതാപിതാക്കളോടും എനിക്ക് ഒന്നേ പറയാനുള്ളൂ, ഈ ലോകത്ത് പെറ്റമ്മയുടെ സ്നേഹത്തോളം വലുതല്ല ഒന്നും. രാരിരം രാരോ രാരിരം രാരോ രാരിരം രാരോ രാരാരോ ചിലങ്കയണിയും പാദത്തിൽ ചങ്ങലയണിക്കും പരിവാരം യാതന ഭാരം നൗകയിൽ കിട്ടിയ അമ്മതൻ രോദനം കേട്ടില്ലാരും സത്യമം കരളിലെ കഥന കഥകളും അറിഞ്ഞില്ലാരും ഇന്നും അറിഞ്ഞില്ലാരും അഗ്നിയിലേറിയുമൻ മൗനവും ഹൃദയവും ഉരുകുന്നു ഉരുകി തീരുന്നു.